ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡോറേനെയാണ് ഒരു ചെറിയ കല്യാണ പെണ്ണായിട്ട് ഒരുക്കാൻ പോകുക. പക്ഷെ ബ്ലൗസ് നമുക്ക് കറക്റ്റ് ഇതിൻ്റെ എല്ലാം കിട്ടിയത് കേട്ടോ. പിന്നെ സ്വന്തം ബ്ലൗസ്, ഇത് അമ്മയുടെ സാരി. പിന്നെ അതുപോലെ തന്നെ ഈ ബ്ലൗസ് ഇപ്പം ഇത്തിരി വണ്ണം കുറഞ്ഞപ്പോഴത്തേക്ക് കണ്ടില്ല, നല്ല ലൂസായി കിടപ്പുണ്ട്. അപ്പം ബ്ലൗസ് ഇത്തിരി ഫിറ്റല്ല. പക്ഷെ നമ്മൾ എന്താ പറയുന്നത്, ഒരു കല്യാണ പെണ്ണിനെ നമ്മൾ എങ്ങനെയാണോ ഒരുക്കുന്നത് അതുപോലെ ഇന്ന് ഡോറേനെ നമ്മൾ ഒരുക്കാൻ പോവാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സാരി എടുത്തതിനകത്ത് ഒരു പാളിച്ച വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഞങ്ങൾ സത്യം പറഞ്ഞാൽ അത് ആ ഒരു പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായ വെപ്രാളത്തിൽ ഞങ്ങളങ്ങ് ചെയ്യുമായിരുന്നു ചെയ്തത്. അപ്പോൾ അതിനിടയ്ക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ സാരിയുടെ കാര്യം ഞങ്ങൾ വിട്ടുപോയി. അത് കറക്റ്റായിട്ട് അങ്ങോട്ട് ശ്രദ്ധിക്കാനായിട്ട് പറ്റിയില്ല നമുക്ക്. പക്ഷേ ഇന്ന് നമുക്ക് അന്ന് വന്ന എല്ലാ പാളിച്ചയും നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ഇന്ന് നമ്മൾ സാരി ഉടുത്ത് കൊടുത്തിരിക്കുന്ന ഡോറയ്ക്ക്. അപ്പം കഴിയുന്നവർ മാത്രം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. ഇനി കണ്ടിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല. ഫേസ് ചെയ്തെല്ലാം നിങ്ങൾക്കറിയാം, നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതെല്ലാം നിങ്ങൾക്കറിയാം. കുറേ വേണം നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഫേസിൻ്റെ വീഡിയോ അല്ല, ഇന്ന് നമ്മൾ ഹെയർ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളാണെങ്കിൽ ഫേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഇത്തിരി കുറച്ച് അധികം ഇച്ചിരി അധികം മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ കല്യാണ പെണ്ണില്ലേ, അപ്പോൾ കല്യാണ പെണ്ണ് എങ്ങനെയാണോ അതുപോലെ ഇച്ചിരി ഒന്ന് അധികം മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഹെയർ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാൻ പോവാണ്. ഹെയർ സ്ട്രെയിറ്റ് ചെയ്തിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാം. എൻ്റെ മുടി ഒന്നും ഇതുവരെ സ്ട്രെയിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഒരു തവണ പണ്ട് ചെയ്തതാണ്, അന്ന് തല കൊള്ളുകയും ചെയ്തു. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കണ്ട ഡോറേനെ ഏകദേശം ഒരുക്കി റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ ഓർണമെന്റ്സ് ഇട്ടു, ഫ്ലവർ സെറ്റ് ചെയ്തു, മുടി സെറ്റ് ചെയ്ത് കാണിക്കാൻ. നമ്മുടെ ഗബ്രൂട്ടനാണ് ഉറക്കം വരുന്നത് കേട്ടോ. ഉറക്കം വന്നിട്ട് ഇത് ഇങ്ങനെയാണ്. മുടി ഉണ്ടായിരുന്നു, ഞാൻ ആരായിരുന്നു. ഇവിടെ പൂവൊക്കെ വെച്ചിട്ടുണ്ട്. ഏതൊരു നാടൻ ലുക്കിൽ നമ്മൾ ഒരുക്കിയേക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു പെട്ടെന്നൊരു തട്ടിക്കൂട്ട്. എന്നുവെച്ചാൽ നമ്മൾ വൈകിട്ട് തുടങ്ങിയ രാത്രി നമ്മുടെ സാധനങ്ങളില്ലാത്തതുകൊണ്ട് ഇങ്ങനെ നോക്കി എടുത്ത് ഓരോന്നോരോന്നായിട്ട് ചെയ്യുമായിരുന്നു. പെട്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചേട്ടാ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഇനിയാണെങ്കിലും നമുക്ക് പൊട്ടും ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് സെറ്റാക്കി എന്താ പറയുന്നത്, കല്യാണ പെണ്ണിനെ പുറത്തോട്ടിറക്കാം. അങ്ങനെ നമ്മൾ ഡോറേനെ വേണ്ട റെഡി ആക്കിയിട്ടുണ്ട്. ഡോറയും ഞാനും കൂടെ ഇന്നിപ്പോൾ എൻ്റെ മുഖം നോക്കി. ഇത് കൂടുതലും ചില പ്രിൻസ് എണ്ണ ഇട്ട് എൻ്റെ തലയിൽ നിന്ന്, അപ്പോഴത്തേക്ക് എണ്ണയും കൂടെ പടർന്നപ്പോഴത്തേക്ക് ഇതായിപ്പോയി. ഡോറയും ഞാൻ നിൽക്കുമ്പോഴത്തേക്ക് സായിപ്പും അല്ല നീഗ്രോയും നിൽക്കുന്നോണൊക്കെ ഉണ്ട്. ഡോറേനെ നമ്മൾ മാക്സിമം പറ്റുന്ന രീതി ഇച്ചിരി മേക്കപ്പ് കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഇത്തിരി മേക്കപ്പ് കൂടുതൽ ഇട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരു കല്യാണ പെണ്ണല്ലേ, അപ്പൊ കല്യാണ പെണ്ണിനെ നമ്മൾ സെറ്റ് ആക്കുന്ന രീതിയിൽ ഇത്തിരി മേക്കപ്പ് കൂടുതൽ സമയം കിട്ടില്ലായിരുന്നു. നമ്മുടെ രജിസ്റ്റർ മാരേജിന് അതാ ഞങ്ങളുടെ രജിസ്റ്റർ മാരേജിന്റെ അന്ന് ഞാൻ ഇവളുടെ വീട്ടിൽ പോയി ഇവളെ മേക്കപ്പ് ഇട്ട് ഒരുക്കിയ രജിസ്റ്റർ മാരേജ് ഓഫീസിൽ കൊണ്ടുപോയത്. അറിയാവോ, അത് ഏത് ചെറുക്കൻ ചെയ്യും കല്യാണ പെണ്ണിനെ കല്യാണത്തിന് അല്ല, അന്ന് കുറച്ച് സാധനം കൊണ്ടുപോയുള്ളൂ. അതുമല്ല സമയമില്ലായിരുന്നു, അങ്ങനെ പെട്ടെന്ന് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങുമായിരുന്നു. അപ്പോൾ നമുക്ക് വെളിയിൽ നിർത്തിയിട്ട് ഡോറേനെ ഒന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കാവേ. ഭയങ്കര ഇരുട്ടായി, എന്നാലും നമുക്കൊന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കാം. വള മിസ്സായിപ്പോയി. പിന്നെന്ന് വെച്ചാൽ ഈ ബ്ലൗസ് നമ്മൾ തയ്ച്ചല്ല, പഴയ ബ്ലൗസ് ഇവളുടെ വണ്ണമുള്ള സമയത്തുള്ള ബ്ലൗസ്. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ മറ്റേ പെട്ടെന്ന് എടുത്തോണ്ടേ ഇത് ഷേപ്പ് ആക്കാനൊന്നും സമയം കിട്ടിയൊന്നുമില്ല. അപ്പൊ നമ്മൾ അത് വെച്ച് അതിന്റെ ഒരു വൃത്തിയായിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ മുഖത്ത് തീർത്തു. പിന്നെ ഈ നമ്മുടെ ഈ കൊറ്റംകുളങ്ങരയിൽ ഇപ്പൊ വിളക്കെടുപ്പൊക്കെ വരാൻ പോലെ, അപ്പോൾ ആർക്കെങ്കിലും മേക്കപ്പ് ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വന്ന് ചെയ്തുതരാം കേട്ടോ. ഞാൻ ഇപ്പം മാക്സിമം മേക്കപ്പ് വർക്കൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ ഉദ്ദേശിക്കുക. കിട്ടുന്ന മേക്കപ്പ് വർക്ക് എല്ലാം എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. എത്ര നാൾ മുന്നേ പിന്നെ പൊടി തട്ടിയെടുത്ത് ഇടയ്ക്ക് വർക്കിന് പോകുന്നുണ്ടായിരുന്നു, ഇടയ്ക്ക് അമ്പലം വർക്കൊക്കെ വരുന്നുണ്ടായിരുന്നു, പ്രോഗ്രാമിനൊക്കെ പോയി ഇടയ്ക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും വരുന്ന പ്രോഗ്രാമുകളൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. സ്കൂൾ പ്രോഗ്രാം ആണെങ്കിലും അമ്പലത്തിലുള്ള പ്രോഗ്രാം ആണെങ്കിലും അതുപോലെ തന്നെ കല്യാണം, റിസപ്ഷൻ മേക്കപ്പ് ആണെങ്കിലും ഒക്കെ എടുക്കാമെന്ന് ഇങ്ങനെ വിചാരിക്കും. അപ്പം താല്പര്യമുള്ളവർ, നമ്മുടെ മേക്കപ്പ് ഇഷ്ടപ്പെട്ട് താല്പര്യമുള്ളവർ, മേക്കപ്പ് ചെയ്യാൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യട്ടെ. അതുപോലെ തന്നെ കൊറ്റംകുളങ്ങരയിലൊക്കെ വിളക്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ മേക്കപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ നമ്മളെ ഒന്ന് വിളിച്ചാൽ മതി, നമ്മളൊന്ന് ചെയ്തുതരാം മേക്കപ്പ്. അപ്പോൾ നമുക്ക് ഡോറേനെ വെളിയിൽ ഇറക്കിയതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് കാണാം. ദൈവമേ, എനിക്കിപ്പോൾ എന്നെ കാണുമ്പോഴത്തേക്ക് എന്തോ പോലെ. അപ്പോൾ നമുക്ക് ഡോറേനെ വെളിയിലോട്ട് ഇറക്കിയിട്ട് നോക്കാവേ. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. പക്ഷേ
അകത്ത് നിൽക്കുന്നോണ്ടാണെന്ന് തോന്നുന്നു, ഇവിടുത്തെ ലൈറ്റിന്റെ ഒക്കെ ആണെന്ന് തോന്നുന്നു, ഫേസ് ഒക്കെ എന്തോ പോലെ ഇരിപ്പുണ്ട് ഞങ്ങൾക്ക്. സത്യം പറഞ്ഞാല് രാത്രിയായി നമ്മള് ടൈം നമ്മള് തുടങ്ങാൻ കുറച്ച് ലേറ്റ് ആയി. 3-3:30 ആയപ്പോഴത്തെ തുടങ്ങി. 3:30-4 മണിക്കുള്ളിൽ തുടങ്ങി. പക്ഷെ സാരി നമുക്ക് പണി തന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ സാരി പോലെയല്ല, ഭയങ്കര ലെങ്ത് ഉണ്ടായിരുന്നു, ഭയങ്കര ലെങ്ത് ആയിരുന്നു ഈ സാരിക്ക്. ഭയങ്കരമായിട്ട് താമസം എടുത്ത് ഈ ഒരു പ്ലേറ്റ്സ് പിടിച്ചെടുക്കാനായിട്ട്. കാരണം ഈ സാരിയുടെ നമ്മൾ എത്ര പിടിച്ചിട്ട് ഈ പ്ലേറ്റ്സ് അങ്ങോട്ട് ശരിയാവുന്നില്ല. ലാസ്റ്റ് അകവും ചെയ്തിട്ട് പോലും ശരിയാവുന്നില്ലായിരുന്നു. പിന്നെ ഇവിടെയും കുറച്ച് സമയം എടുത്തു. അതിപ്പോ എല്ലാം കൂടെ വന്നപ്പോഴത്തേന് നല്ല ലേറ്റ് ആയി പോയി. അതുകൊണ്ട് നമുക്ക് പുറത്ത് പോകാൻ ചെയ്യാം. സമയം ഇപ്പൊ എത്ര 7 മണി 7:30 നല്ല ലേറ്റായി, നല്ല ലേറ്റ് 7:15. അപ്പൊ ഇതും കൊണ്ട് നമുക്ക് ഈ ലൈറ്റൊക്കെ ആയിട്ട് നമുക്കൊരു പരിധി കൂടുതൽ പുറത്തോട്ട് പോകാനും പറ്റത്തില്ലല്ലോ. പക്ഷെ നമുക്കിത് പിന്നീട് ഫോട്ടോ എടുക്കാന്ന് വെച്ചാൽ നടക്കത്തില്ല. കാരണം പിന്നീട് നമുക്ക് ഫോട്ടോ എടുക്കാന്ന് വെച്ചാലും ഈ ഒരു ഗെറ്റപ്പിൽ കാണാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ എന്തോ ഫ്ലോപ്പ് ആയിട്ടില്ല, സംഭവം റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഫോട്ടോ എടുക്കാനും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തതിന്റെ ഒരു സങ്കടം. വെളിയിൽ പോയി ഒന്ന് നമ്മൾ വിചാരിച്ചത് വെളിയിലൊക്കെ പോയി ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചത്. സാരി ഇന്ന് എന്തായാലും നല്ല രീതിയിലായിരുന്നു നമ്മൾ സാരിയൊക്കെ ഉടുത്തത്. പ്ലേറ്റ്സ് എല്ലാം പിടിച്ച് എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ടാണ് പിടിച്ചത്. തിരുപ്പനൊക്കെ വെച്ച് ഞങ്ങൾ ഇന്ന് തിരുപ്പനെല്ലാം വെച്ച് ലെവലാക്കി എടുത്തായിരുന്നു പറ്റുന്ന രീതിയിൽ. പക്ഷെ ബ്ലൗസ് ഈ പറഞ്ഞ പോലെ ബ്ലൗസ് ഉള്ളത് കൊണ്ട് കുറച്ച് ഇതുണ്ട്. പക്ഷെ എന്നാലും സാരി കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തേക്കാളും കുറച്ച് നന്നായിട്ട് ശരിയായിരുന്നു. ഇത്തിരി പാട് വിട്ടിട്ടാണെങ്കിലും സാരി നമ്മൾ ലെവൽ ചെയ്ത് എടുത്തായിരുന്നു. മേക്കപ്പും ഇത്തിരി അത്യാവശ്യം ഇച്ചിരി ഞാൻ മേക്കപ്പ് ഇത്തിരി കൂടുതലിട്ടാണ് ചെയ്തത്. കൂടുതലിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്യാണ പെണ്ണിനെ നമ്മൾ എങ്ങനെയാണോ സെറ്റാക്കി എടുക്കേണ്ടത് ആ ഒരു രീതിയിലോട്ട് ഇത്തിരി മേക്കപ്പ് ഇട്ട് എടുത്തത് ഞാൻ കൂടുതലായിട്ട്. നോർമലി ഇത്രയും മേക്കപ്പ് ഇട്ടല്ല എൻ്റെ ഓറേനെ ചെയ്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്ത് ഇത്രയും ലെവലില്ലല്ലോ. പിന്നെ ഈ ഇവിടുത്തെ ലൈറ്റ് ഇട്ടും കൂടെ എനിക്ക് ലൈറ്റ് ഇട്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നമ്മൾ നേരിട്ട് കാണുന്ന കണക്കല്ല, ലൈറ്റ് ഇട്ട് ക്യാമിൽ എടുത്തപ്പോൾ ഒരു ഇച്ചിരി മേക്കപ്പ് കൂടുതലാണോ എന്ന് ഞങ്ങൾക്കൊരു സംശയം വന്ന് ആ രീതിയിൽ ഒരു ഇച്ചിരി ഡൗട്ട് ഞങ്ങൾക്ക് തോന്നി. പിന്നെ നമ്മുടെ കയ്യിലുള്ള രീതിയിലുള്ള സാധനങ്ങളെല്ലാം വെച്ച് നമ്മൾ ചെയ്തു. പക്ഷേ അതിനകത്ത് ഞങ്ങൾക്ക് ഒരു പാളിച്ച പറ്റിയെന്ന് വെച്ചാൽ വളയും ബ്ലൗസും ഞങ്ങൾക്ക് പണി തന്നു. വള ഇല്ലായിരുന്നു. വള ഞങ്ങൾ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് കുറെ വർഷത്തെ മുന്നത്തെയാണ് അത് തപ്പി പറക്കിയപ്പോ 4 എണ്ണം കിട്ടി. അത് ഗോൾഡൻ ആയിരുന്നു. പിന്നെ ഇത് ഞങ്ങളുടെ സ്വർണ്ണവളയെന്ന് ഞങ്ങൾ പറയും, നിറം പോയ അപ്പോൾ നമുക്ക് ബ്ലൗസും ഇല്ലായിരുന്നു. അതിന് പെട്ടെന്ന് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാനുള്ള ബ്ലൗസ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടിയില്ല. ഉച്ചയ്ക്ക് ആയപ്പോഴേ വന്ന് പറയുന്നത് ചെയ്യാന്ന്. അന്നേരവും ചെയ്യാന്നുള്ള ഒരു ഇത് ഇല്ലായിരുന്നു. കുഞ്ഞ് ഉറങ്ങുമായിരുന്നു ആ സമയത്തിനാ. പിന്നെ പെട്ടെന്ന് ഇപ്പൊ തന്നെ കൊറേ തവണ കുഞ്ഞാണെങ്കിൽ ഇതായി പ്രശ്നമായി. ഇപ്പൊ നിലത്ത് വന്ന് വീണു കുഞ്ഞ് പ്രിൻസിയുടെ കയ്യിന്ന്. അപ്പോൾ നമ്മൾ പറ്റുന്ന രീതിയിൽ നമ്മളെല്ലാം ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, മേക്കപ്പും കഴിവിന്റെ പരമാവധി നമ്മൾ മേക്കപ്പും ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഇഷ്ടമായി. പിന്നെ വിഷമം നീ പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് കണ്ടപ്പോ ഭയങ്കരമായിട്ട് എന്തോ പോലെ എറിച്ച് നിൽക്കുന്ന പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അതാ ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ അല്ലാതെ ഡയറക്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേ അല്ലാതെ കുഴപ്പമില്ല. നാച്ചുറലായിട്ട് നമുക്ക് നാച്ചുറലായിട്ട് നല്ല നോർമലായിട്ട് വെഡിങ് മേക്കപ്പ് എങ്ങനെയാണോ അതുപോലെ പ്ലാൻ ചെയ്തത് പുറത്തു പോയി ഫോട്ടോ എടുക്കാനൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെയും അത് ഓർക്കുമ്പോ ആ ഒരു രീതിയിലാണ് നമ്മൾ മേക്കപ്പ് ചെയ്ത് എടുത്തത്. അതായത് പുറത്തു പോയിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ മേക്കപ്പ് ചെയ്തെടുത്തത്. സാരിയൊക്കെ നല്ലോണം അത്യാവശ്യം ഞാൻ നല്ല രീതിയിൽ തന്നെ കൊടുത്തു ഇപ്രാവശ്യം എന്തായാലും. ഭയങ്കര നീളം. ഇതിന്റെ ഒരു പകുതി അതിനകത്ത് നമ്മൾ മടക്കി വെച്ചേക്കാം. മറ്റേ ഡോറ വീണ്ടും ആരും തെറ്റിദ്ധരിക്കണ്ട, സാരി അതിനകത്ത്. അതിന്റെ പകുതിയോളം സാരി അകത്ത് പോയിട്ടുണ്ട്. എന്താണെന്നറിയത്തില്ല, ഈ സാരിക്ക് ഭയങ്കര ഇതായിരുന്നു. നീളവും ഉണ്ട് വീതിയും ഉണ്ട്. 12 പ്ലീറ്റ്സ് ഉണ്ട് ഇത്. ഞാൻ എണ്ണി നോക്കി. നമ്മുടെ പഴയ സാരിയും നോർമൽ ലെങ്ത് തന്നെയാ, ചെറിയ സാരിയൊന്നുമല്ല. പക്ഷെ അത് വെച്ച് നോക്കുമ്പോ ഇതിന് ഭയങ്കര നീളം പോലെ. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ രജിസ്റ്റർമാരിൽ നിന്ന് ഇവിടത്തെ അമ്മ കൊടുത്ത ഈ സാരിയാന്ന് തോന്നുന്നു. ഇതാണോ ഫോട്ടോസിൽ റോസിന് അമ്മ റോസ് ബ്ലൗസ് ഇട്ടത് നമ്മുടെ ഫോട്ടോയ്ക്കകത്തുണ്ട്. അമ്മയുടെ പഴയ സാരി. ഞങ്ങളുടെ കല്യാണത്തിന് കൊടുത്ത അമ്മ കൊടുത്ത സാരി എനിക്കിപ്പോ ഉച്ചാൻ കൊടുത്തു തന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ അമ്മയുടെ പഴയ സാരിയാ. വേറെ സാരി ഒന്നും ഇല്ലായിരുന്നു. അതാ ഇത് തപ്പിപ്പിടിച്ച് ഇത് തന്നെ ഞങ്ങൾ പിന്നെ എടുത്തത്.
ഇതെന്റെ എടുത്തതിന് മെയിൻ കാര്യം എന്ന് വെച്ചാൽ ആകെ ഈ ഒരിക്കലും ബ്ലൗസ് ചെയ്തോളൂ. പിന്നെ ഞങ്ങളുടെ രജിസ്റ്റർ മാരേജിന്റെ ബ്ലൗസ് അല്ല കുറച്ച് ഉറക്കേ ഞാൻ അതുകൊണ്ട് പറഞ്ഞത്. സാധാരണ ഞാൻ ഇത്ര ഒച്ചയ്ക്ക് പറയും. ഇപ്പൊ എനിക്ക് വോയിസ് എനിക്ക് അല്ലാതെ വരുന്നുണ്ടെന്ന് തോന്നില്ലേ. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ മേക്കപ്പ് എങ്ങനെ ഉണ്ടെന്ന് എല്ലാരും ഒന്ന് പറയണേ. നമ്മളെ തിരിഞ്ഞു ഒന്ന് തിരിയണോ പയ്യെ തിരി. അപ്പൊ നമ്മള് ബാക്കിൽ ഒറ്റ ദിവസം കൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം. സ്ട്രൈറ്റ് ചെയ്ത മുടിയാ. എനിക്ക് പണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഇത്ര മുടി. ഇത് നമ്മൾ 2 പൂവൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഇച്ച. അത് നമ്മുടെ ഒരു ഒന്ന് ഇച്ചാൻ ഉണ്ടാക്കിയതാ. നാടൻ രീതിയിൽ ഒരു ഹെയർ സ്റ്റൈൽ നമ്മൾ കൊടുത്ത, അതായത് പെട്ടെന്ന് കൊടുത്തൊരു ഹെയർ സ്റ്റൈൽ കേട്ടോ. നമ്മൾ പെട്ടെന്ന് സെറ്റ് ചെയ്ത, അല്ലാതെ എന്താ പറയുന്നത് ഒന്നും സത്യത്തിൽ പ്ലാൻ, അതായത് ജസ്റ്റ് ഒരു മേക്കപ്പ് അത്രയും ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളായിരുന്നു. പൂവൊന്നും കൊടുക്കാതെ ഒരു ജസ്റ്റ് മേക്കപ്പ് ഉദ്ദേശിച്ചുള്ളായിരുന്നു. പിന്നെ വിചാരിച്ച് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഒരു ചെറിയ പൂവൊക്കെ കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തെടുത്തത്. എന്തായാലും കല്യാണ പെണ്ണാകുമ്പോൾ പൂവില്ലാതെ എന്ത്, മുല്ലപ്പൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ അടുത്ത് ഇത് ഇച്ചാൻ ഉണ്ടാക്കിയ പൂവ് അത് നമ്മൾ മേടിച്ച പൂ കടയിൽ നിന്ന് നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ച് നമ്മൾ സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ അഭിപ്രായം പറയണേ, മേക്കപ്പ് എങ്ങനെ ഉണ്ടെന്നൊക്കെ പറയണം. അതുപോലെ തന്നെ നമ്മൾ ചെയ്ത ഡ്രസ്സിങ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് പറയണേ. ബ്ലൗസിൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല. ബ്ലൗസ് നമുക്ക് വണ്ണമുള്ള സമയത്തുള്ള ബ്ലൗസ് നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് കുത്താൻ പോലുള്ള ഒരു ഇതില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ഓർക്കണം, എനിക്ക് ഇത്ര ലൂസ് ആകണമെങ്കിൽ എനിക്ക് ഇത്രമാത്രം വണ്ണം കുറഞ്ഞു 20 അടി നമ്മൾ കയറുന്നില്ല, അതിൽ തന്നെ നിൽക്കുക. അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.